ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ള ഒരു ആരാധന മതിയാണ് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധ ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ വലിയ ദുരന്ത മുഖങ്ങളിലായിരുന്നുകൊണ്ടാണ് നമ്മളും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ഈ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ ദൈവകരുണ സ്വന്തമാക്കുവാൻ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ സമയം ദൈവപിതാവിൻ്റെ കരങ്ങളിൽ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ ഈ സമയം നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിൽ വന്നിട്ടുള്ള ഭാഗപ്പിഴകൾ പരിഹരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ വന്നു നിറയുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും ഞങ്ങളുടെ ജീവിത നിലപാടുകളെയും ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രത്യേകമായിട്ട് ദൈവകൃപ നിറഞ്ഞവരായി ഈശോയെ എത്രയും വേഗം ഈ സാക്ഷ്യപീഠത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും, അവരുടെ കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, അവരായിരിക്കുന്ന ഇടങ്ങളെയും, പ്രത്യേകമായിട്ട് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തമുഖങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി എടുത്തിട്ടും വിശ്വസ്താപൂർവ്വം അത് പാലിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മക്കളെയും ഈശോ എത്രയും വേഗം അവർ നിന്റെ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ഈ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്ന വലിയ കൃപ ആ മക്കൾക്ക് കൊടുക്കണമേ എന്നും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിത വിഷയങ്ങളെ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കൃപാസനത്തിന്റെ എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെയും നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളെയും, ഒപ്പം തന്നെ ഈ ഉടമ്പടി ആരാധന വിവിധങ്ങളായ സമയങ്ങളിൽ വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി ഒരു നിമിഷം ശക്തമായി ശ്രമിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയെ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് സെഹിയോൻ മാളികയിൽ ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്കും ഇപ്പോൾ ഈശോയെ ആത്മാവിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഇതിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം കൈകൾ നെഞ്ചത്ത് വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിന് മുമ്പിൽ കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം, അവിടുത്തെ ആകർഷണം, അവിടെ നൽകിയ സ്നേഹത്തിൻ്റെ അവസരം, കർത്താവിൻ്റെ കൂടി ആയിരിക്കാനുള്ള ദൈവവിളി, അതൊക്കെയാണ് ഈ നിമിഷത്തിൻ്റെ പ്രത്യേകത. ഈ നിമിഷത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും വിവേചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൃതജ്ഞതാനിർഭരമായ മനസ്സോടുകൂടി പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക. ശ്രുതികട ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിലെപ്പോഴും ദൈവത്തോടുള്ള ഒരു ആരാധനയും
ഉള്ളിലൊരു ആത്മാവിൽ ആത്മീയമായൊരു സന്തോഷമൊക്കെ ഉണ്ടാകണം. നിങ്ങൾ വന്നിരിക്കുന്ന കുറേ അധികം ഭാരങ്ങളും ജീവിത ക്ലേശങ്ങളുമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്ത് അതൊന്നും മാറ്റി വെക്കുന്നത് നല്ലതാണ്. ആരാധനയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. ഒരു പക്ഷേ ആരാധന കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. ആരാധനയ്ക്ക് നിങ്ങളുടെ അടഞ്ഞ പോകുന്ന ആവശ്യമില്ല. ആരാധന കഴിയുമ്പോൾ അതുണ്ടാകത്തില്ല. അപ്പോൾ സന്തോഷത്തോടെ വേണം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിമിഷങ്ങൾ എത്തിച്ചേരാൻ കഴിയുന്നതിന് നന്നാണ്. ദൈവത്തോട് നന്ദി പറയണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. ഈ വിശ്വാസത്തിൻ്റെ കൈകൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ തൊടുന്നത്. ദൈവത്തെ തൊടുന്നത് വരെ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് കലാപരമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തൊടുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. ചില സമയത്തേക്ക് തോന്നാറുണ്ട്, പല ആധ്യാത്മിക വിൽക്കന്മാർ പോലും ഈ സാംസ്കാരികവും കലാപരമായിട്ടുള്ള ആധ്യാത്മിക വിഷയങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കാരണം അവർ ഒരു അറിവിൻ്റെ തലത്തിലേക്ക് കർത്താവിനെ ബൗദ്ധികമായ ഒരു അന്വേഷണത്തിൻ്റെ വസ്തു എന്ന രീതിയിൽ ദൈവത്തെ ചുരുക്കുന്നത് കൊണ്ടാണ് അനന്തമായ അന്വേഷണം നീണ്ടുപോകുന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല, പിന്നെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അനുഭവം എന്തുമാത്രം സയൻറ്റിഫിക് ആക്കി എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സുവിശേഷ വിഹിതമായ ആത്മീയ സരണികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുഭവത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് എങ്ങനെ കയറി പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഉടമ്പടി പുതുക്കാൻ ഉദ്ദേശിക്കുന്നവരെക്കുറിച്ചാണ്. ഉടമ്പടി എടുക്കുന്നവരെക്കുറിച്ചുള്ള ക്ലാസ്സുകളും കൂടുതൽ സാധാരണ കിട്ടാറുണ്ട്. ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പക്ഷേ ഒരു 500ാമത്തെ ക്ലാസ്സാണിത്. 500 സബ്ജക്റ്റ് ആയിരിക്കും. ഉടമ്പടി പുതുക്കുന്നവർ ദൈവത്തെ പുതുക്കുന്നു, തങ്ങളുടെ ദൈവത്തിൽ വളരുന്നു. ഈ വളർച്ചയുടെ വഴികൾ, പടവുകൾ, ബോധപൂർവമായ അന്വേഷണം നമ്മുടെ മുമ്പിൽ നിന്ന് ഉണ്ടാകുന്നിടത്ത് വെച്ചാണ് അനുഭവങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം നമ്മുടെ സ്പിരിച്വാലിറ്റി ഇൻറ്റൻഷൻ ബേസ്ഡ് ആയി പോകും. നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പൈതലെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പ്രാർത്ഥനാർത്ഥി അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് നിയോഗങ്ങളുള്ള ദൈവദേശത്തിൻ്റെ കുറച്ച് നിയോഗങ്ങൾ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലേ വരത്തുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് നമുക്ക് അധികകാലം തുടരാൻ പറ്റത്തില്ല. കുറച്ച് നിയോഗങ്ങൾ നിവർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നിയോഗങ്ങൾ നിവർത്തിയാക്കാൻ വേണ്ടി ദൈവദൃശ്യത്തിൽ ഇങ്ങനെ ഭിക്ഷാന്തിയായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവദൃശ്യത്തിൽ നമുക്ക് അധികകാലം തുടരാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ദൈവത്തെ എന്തോ മിസ്യൂസ് ചെയ്യുന്ന ഒരു ആളായിട്ട് നിങ്ങളെ ബ്രാൻഡ് ആവും. അത് അപകട മേഖലയിലേക്കാണ് പോകുന്നത്. ദൈവത്തെ ഇങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മിസ്യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ ബ്രാൻഡഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ അന്വേഷണങ്ങൾ, ഞാനെപ്പോഴും ഈ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഞാൻ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ നിയോഗങ്ങൾക്ക് അപ്പുറത്ത് നിയോഗം തരുന്ന നിയന്താവിനെ മനുഷ്യരെ കണ്ടെത്തി ക്രിസ്തുവിലെ ആഴപ്പെടണമെന്നുള്ളൊരു ബോധത്തിലാണ് നമ്മൾ ഉടമ്പടി പുതുക്കി പോകുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരി മനുഷ്യർ നിങ്ങൾക്ക് ഒരേ സമയത്ത് ഉടമ്പടി എടുത്തവരും ചില ആൾക്കാർക്ക് വല്ലാതെ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചില ആൾക്കാർക്ക് ഒരു വളർച്ചയില്ല. അവർ ആ പഴയ IFS അല്ലെങ്കിൽ OIT അല്ലെങ്കിൽ B2 ഒക്കെ പറഞ്ഞിങ്ങനെ ആ താഴ്വാരങ്ങൾ ഇങ്ങനെ ഒരേ നക്കാപ്പിച്ച കഴിവും പറഞ്ഞങ്ങനെ ഇരിക്കുന്നതല്ലാതെ ദേ ഡോണ്ട് വാണ്ട് ദി ഗോഡ്. ദൈവത്തെ അവർക്ക് ആവശ്യമില്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിജയം കിട്ടി, ഒരു വസ്തുവൊക്കെ വിറ്റ് കടവൊക്കെ മാറി എങ്ങനെയും കഞ്ഞി വെച്ച് പോയാൽ മതി എന്നുള്ള ഒരു ശ്രദ്ധിക്കും. ഇങ്ങനെ പോയാൽ അധികം പോകാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടിയുമായിട്ട് ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താണ്? നമ്മുടെ വളർച്ചയുടെ ആധാരങ്ങളാണ്. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ്, ഉടമ്പടിയുടെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ ആധാരമാണ്. അപ്പോൾ എന്താണ് ആധാരം? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഒരു വ്യക്തിക്ക് എന്തുമാത്രം വളരാൻ കഴിയും ദൈവത്തിലെ? ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വളരാൻ കഴിയുന്നത് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിന് ആനുപാതികമായിട്ടായിരിക്കും. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്തോരം ഉണ്ട്? വാട്ട് ഇസ് ദ ലാസ്റ്റ് പ്രോമിസ്? ദ ലാസ്റ്റ് പ്രോമിസ് ഇസ് ക്രൈസ്റ്റ്. അവസാനത്തെ വാഗ്ദാനം എന്താ? ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വാഗ്ദാനം ക്രിസ്തുവാണ്. പിന്നെ ഈ സമ്പൂർണ്ണ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാധീനതകൾക്ക് ക്രിസ്തുവിനെ അവലംബിച്ച് മുന്നേറുമ്പോൾ സമാന്തരമായിട്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ അറിവിൽ വർദ്ധിക്കണം. ഇത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഉടമ്പടി പുതുക്കത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. എന്താണ്? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവിൻ. അത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ചാലഞ്ചാണ്. Take the word of God. Colossians 3:10. ഹല്ലേലൂയ. കൊളോസ്യോസ് 3:9-10 തിരുവചനങ്ങൾ. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇതാണ് ഉടമ്പടിയുടെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ലാസ്റ്റ് ചാപ്റ്റർ? എന്താണത്? അപ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് നമ്മൾ ഓരോരോ ഇതിൻ്റെ ഭൗതികമായ ആനുകൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യം അനുസരിച്ചുകൊണ്ട് ദൈവദേശത്തിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം ഈശോ പറഞ്ഞതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. ആവശ്യമില്ലാത്തതല്ല, ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെയും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. മത്തായി 6:32 നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിലപാട് ഇതാണ്. ഭൗതിക ആവശ്യങ്ങളെ ഹോണർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ PR പെൻഷനോ വീടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഉണ്ടായിരുന്നു, ബിജി സാബ് പെരുങ്ങൽ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് പറഞ്ഞൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം സിമ്പിൾ സാക്ഷ്യമാണ്, വലിയ ഉടമ്പടിയുടെ അത്ര ക്വാളിറ്റിയുള്ള സാക്ഷ്യമല്ല. എന്നാലും ഒരു 60% മനുഷ്യരും ആശ്വാസം നൽകുന്നൊരു സാക്ഷ്യമാണത്. എന്താ വിഷയം എന്ന് പറയുന്നത്, ഇവരുടെ വീട് ഒരു താഴ്വാരത്തിലാണ്. മലയുടെ താഴ്വാരമല്ല, പിന്നെയും താഴെയാണ്, ചതുപ്പാണ്. മലയടിവാരത്തിൽ താമസിക്കുന്നതൊക്കെ ചിലർക്ക് ഭയങ്കര ദുരിതമാണ്. മഴ പെയ്യുമ്പോഴൊക്കെ മുകളിൽ നിന്ന് മറിയുന്ന വെള്ളം നേരെ വരും. വെള്ളം മാത്രമല്ല വരാൻ പോകുന്നത്, മല തന്നെ ഇടിഞ്ഞ് വീഴുന്നപ്പോൾ. അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം അവിടുന്ന് പോകണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. വൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ താമസിക്കാൻ അപ്പോൾ ഇടം കിട്ടി അവിടെ താമസിച്ചു പോകും. ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ കൂടുതലാണ്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ബിജിയുടെ ഹസ്ബൻഡ് 2 പ്രാവശ്യം അറ്റാക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് മാത്രം കാര്യം? ഈ അറ്റാക്ക് വന്ന ആൾ
ഈ നമ്മുടെ ചിലരുടെ വീട്ടൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്ത് വണ്ടി കയറത്തില്ല. ഇത് മല കയറി പോകണം. മല കയറി ചെല്ലുമ്പോഴാണ് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ മല കയറി ചെല്ലുമ്പോഴാണ് റോഡുള്ളത്. ഈ നെഞ്ചുവേദന വന്ന ആളെ എങ്ങനെ മല കയറ്റണത്? ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടില്ലേ?